ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ 15 തൊട്ട് 20 വരയ്ക്കുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥവും സാരവും പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേ ച മനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 15. യദനുധ്യാസിനായുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത്കധാരതീം. യദനുധ്യാസിനായുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത്കധാരതീം. യദനുധ്യാസിന യാതൊരുവൻ്റെ അനുധ്യാനമാകുന്ന അസിയോട് യുക്താഹ യുക്തരായ കോവിദാഹ വിദ്വാൻമാർ ഗ്രന്ഥി നിബന്ധനം ഗ്രന്ഥിയെ അല്ലെങ്കിൽ അഹങ്കാരത്തെ നിബന്ധിക്കുന്നതായ കർമ്മത്തെ ചിന്തന്തി ഛേദിക്കുന്നു. തസ്യ അവൻ്റെ കഥാരതി കഥയിൽ രതിയെ ക ഏതൊരുത്തൻ ന കുര്യാത് ചെയ്യുകയില്ല. ഇതുവരെയുള്ള പദ്യങ്ങളാൽ ഭക്തിഹിതമായ ധർമ്മം വ്യർത്ഥപ്രായമാണെന്ന് സംഗതിയെ ഉറപ്പിച്ചു. ഇനിമേലുള്ള പദ്യങ്ങളെ കൊണ്ട് ഭക്തിമുക്തിയെ നൽകും എന്നതിനെ വിസ്തരിക്കുന്നു. യാതൊരു ഭഗവാന്റെ സ്വരൂപ്യധ്യാനമാകുന്ന ഖഡ്ഗത്തോടു കൂടിയിരിക്കുന്ന വിദ്വാൻമാർ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നതായ കർമ്മത്തെ മുറിച്ചു കളയുന്നു. ഞാൻ കർമ്മം ചെയ്യുന്നവൻ ഫലം അനുഭവിക്കുന്നവൻ എന്നിങ്ങനെയുള്ള വിചാരത്തെ ക്രമത്തിൽ നശിപ്പിച്ച് യാതൊരു ഭഗവാന്റെ പ്രേരണയാൽ ചെയ്യപ്പെടുന്ന സകല കർമ്മങ്ങളും പുണ്യവും പാപവും എല്ലാം ആ പാദപത്മങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുവോ ആ ഭഗവാന്റെ കഥകളെ കേൾക്കണമെന്നുള്ള ശ്രദ്ധ ആർക്കു തന്നെ ഉണ്ടാകയില്ല. അഹങ്കാരത്തെ നശിപ്പിക്കാനുള്ള വാളാണ് ഭഗവത് കഥാരതി. ശ്ലോകം 16. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുജേ സ്യാന്മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുജേ സ്യാന്മഹത് സേവയാ വിപ്ര പുണ്യതീർത്ഥ നിഷേവണാത്. പുണ്യതീർത്ഥ നിഷേവണാത് പുണ്യങ്ങളായ തീർത്ഥങ്ങളുടെ സേവനം കൊണ്ടും മഹസേവയ മഹത്തുക്കളുടെ സേവ കൊണ്ടും വിപ്രാഹ ഹേ വിപ്രന്മാരെ ശുശ്രൂഷോ കേൾപ്പാൻ ആഗ്രഹമുള്ളവനും റോ ശ്രദ്ധദാനസ്യ ശ്രദ്ധിക്കുന്നവനുമായ പുരുഷന് വാസുദേവ കഥാരുചി വാസുദേവൻ്റെ കഥയിൽ താൽപ്പര്യം സ്യാദ് ഭവിക്കും. ഭക്തിമുക്തിക്ക് കാരണമാണെന്ന് പറഞ്ഞ ശേഷം അത് ഉണ്ടാകുവാനുള്ള മാർഗം പറയുന്നു. പാപങ്ങളെ നശിപ്പിക്കുന്നതിനും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനും ശക്തിയുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്ഥാനം, ക്ഷേത്രദർശനം എന്നിവ നിമിത്തം മഹാന്മാരെ സേവിപ്പാനിടവരും. അപ്പോൾ അവർ പറയുന്ന ഹരികഥകൾ കേൾക്കണമെന്നുള്ള ആശയമുണ്ടാവും. ആ വിധം വാസുദേവൻ്റെ കഥയിൽ അഭിരുചി ജനിക്കും. ശ്ലോകം 17. ശൃണ്വതാം സുഗതാം കൃഷ്ണ പുണ്യശ്രവണകീർത്തനഃ ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധിനോദീ സുഹൃത്സദാം. ശൃണ്വതാം സുഗതാം കൃഷ്ണ പുണ്യശ്രവണകീർത്തനഃ ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധിനോദീ സുഹൃത്സദാം. സദാം സത്തുക്കളുടെ സുഹ്യത് ഹിതകാരിയും പുണ്യശ്രവണ കീർത്തന
പുണ്യങ്ങളായ ശ്രാവണ കീർത്തനങ്ങളോട് കൂടിയവനുമായ കൃഷ്ണൻ സകഥാം തൻ്റെ കഥയെ ശൃണ്വതാം കേൾക്കുന്നവരുടെ അന്തസ്ഥ ഉള്ളിലിരിക്കുന്നവനായിട്ട് ഹൃദയത്തിലുള്ള അഭദ്രാണി മലിനവാസനകളെ വിധിനോതി നശിപ്പിക്കുന്നു. സജ്ജനങ്ങൾക്ക് സൽഫലത്തെ നൽകുന്നവനും ശ്രവണ കീർത്തനങ്ങളിൽ തൽപരന്മാരായവർക്ക് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നവനുമായ ശ്രീകൃഷ്ണൻ തൻ്റെ കഥ കേൾക്കുന്നവരുടെ ഹൃദയത്തിലിരുന്ന് കാമാദി ദുർവാസനകളെ നശിപ്പിക്കുന്നു. കഥ കേൾക്കാത്തവരുടെ ഹൃദയത്തിലും കൃഷ്ണൻ ഇല്ലയോ എന്ന് ശങ്കിക്കരുത്, ഉണ്ട്. എന്നാൽ കഥാശ്രവണത്താൽ ഉദീപിതനാകുമ്പോൾ പാപം നശിപ്പിക്കും എന്ന് സാരം. വിറകുകളിൽ സ്വതേയുള്ള അഗ്നി അതിനെ നശിപ്പിക്കയില്ല. മഥനത്താൽ ഉജ്ജ്വലിപ്പിച്ചാൽ മരത്തെ നശിപ്പിക്കും. ശ്ലോകം 18. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികീ. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. നിത്യം എപ്പോഴും ഭാഗവത സേവയാ ഭാഗവതന്മാരുടെ സേവ കൊണ്ട് അദ്രേഷു അഭദ്രേഷു അമംഗളങ്ങൾ നഷ്ടപ്രായേഷു പ്രായേണ നശിക്കുമ്പോൾ ഉത്തമ ശ്ലോകനായ ഭഗവതി ഭഗവാനിൽ നൈഷ്ഠികി ഇളക്കമില്ലാത്തതായ ഭക്തി പരമാനുരാഗം ഭവതി ഉണ്ടാകുന്നു. നിത്യവും ഭഗവത് ഭക്തന്മാരുടെ ചേർച്ച കൊണ്ടും ഭാഗവത ശ്രവണപാരായണം കൊണ്ടും ഹൃദയത്തിലുള്ള മലിനസേനകൾ സാമാന്യവും നശിക്കുമ്പോൾ ഹൃദയാന്ധകാരത്തെ നശിപ്പിക്കുന്ന യശസ്സോടുകൂടിയ ശ്രീ വാസുദേവനിൽ ഇളക്കമില്ലാത്തതായ ഭക്തി ജനിക്കും. ജ്ഞാനം അനുഭവത്തിൽ വരുമ്പോൾ അമംഗളങ്ങൾ നിശേഷം നശിക്കും. ശ്രവണാദികൾ കൊണ്ട് മിക്കതും നശിക്കും. തടിച്ചുകൂടിയിരിക്കുന്ന കാമാതിവൃത്തികൾ ക്ഷയിച്ചു വരുംതോറും ഭക്തിയും ഭക്തിയാൽ ജ്ഞാനവും ജ്ഞാനത്താൽ ആനന്ദവും അനുഭവമായി തീരും എന്ന് കാണിപ്പാനാണ് നഷ്ടപ്രായേഷു എന്നുള്ള വിശേഷണം. ശ്ലോകം 19. തദാ രജസ്തമോ ഭാവ കാമലോപാദയശ്ചയേ ചേതയേതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. തദാ രജസ്തമോ ഭാവ കാമലോപാദയശ്ചയേ ചേതയേതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. തദാ രജസ്തമോ ഭാവ കാമലോപാദയശ്ചയേ ചേതയേതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. തഥാ അപ്പോൾ രജസ്തമോ ഭാവ രജസ്തമോ ഗുണങ്ങളും അവയുടെ ഭാവങ്ങളായ യേ കാമലോഭായ ച യാതൊരു കാമലോപാധികളും നശ്യന്തി നശിക്കുന്നു. ഏതൈ ഇവയാൽ അനാവിദ്ധം സ്പർശിക്കപ്പെടാത്തതും സത്യേ സത്വത്തിൽ സ്ഥിതം നിലനിൽക്കുന്നതുമായ ചേത മനസ്സ് പ്രസീദതി പ്രസാദിക്കുന്നു. ഭക്തിക്കിളക്കമില്ലാത്തതാകുമ്പോൾ രജസ് തമസ് എന്ന ഗുണങ്ങളും അവയിൽ നിന്ന് ജനിക്കുന്ന അമംഗളങ്ങളായ കാമലോഭാദി വികാരങ്ങളും നശിക്കും. ആ വക വൃത്തികൾ കൊണ്ടുള്ള ദോഷമില്ലാതാകുമ്പോൾ സത്വഗുണത്തിൽ ഉറച്ചിരിക്കുന്ന മനസ്സിൻ്റെ ചാഞ്ചല്യം എന്ന ദോഷം നീങ്ങി പ്രസാദിക്കുന്നു. ഇളക്കം മനസ്സിനില്ലെന്ന് വരുത്തുന്നതു തന്നെ പ്രസാദം എന്ന് സാരം. ശ്ലോകം 20. ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തിയോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം പ്രസന്ന മനസോ ഭഗവൽ ഭക്തിയോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഏവം ഇപ്രകാരം ഭഗവത് ഭക്തി യോഗതഃ ഭഗവാനിൽ ഭക്തിയോഗം ഹേതുവായിട്ട്
പ്രസന്ന മനസ്സ, പ്രസന്നമായ മനസ്സോടുകൂടിയതും മുക്തസാംഗസ്യം, മോചിക്കപ്പെട്ട സംഘത്തോടുകൂടിയും ഇരിക്കുന്നവന് ഭഗവത് തത്വവിജ്ഞാനം, ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള അറിവ് ജായതേ, ജനിക്കുന്നു. ഈ വിധം ഭഗവാനെ നിരന്തരം ഭജിക്കുന്നവൻ്റെ മനസ്സ് പ്രസാദിക്കയാൽ നിസ്സാരങ്ങളായ വിഷയസുഖങ്ങളിൽ പ്രവേശിക്കാത്തതിനാൽ സംഘമറ്റിരിക്കുന്ന അവന് ഭഗവാന്റെ സത്യസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം. ഓം ശാന്തി ശാന്തി ശാന്തി.